വന്ദേ മാതരം മുഴുവനായിട്ട് പാടുന്നതിൽ ആർക്കാണ് ഇത്ര അസഹിഷ്ണുത? അങ്ങനെ പാടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇപ്പോൾ ഇക്കാര്യം ചോദിച്ചിരിക്കുന്നത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് തപഭദ്ര ചക്രവർത്തിയാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ മദ്രസകളിൽ ഈ വന്ദേ മാതരം മുഴുവനായിട്ട് പാടണം എന്നൊരു നോട്ടിഫിക്കേഷൻ അടുത്തിടെ ഇറക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് കുറേയധികം ആളുകൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതുതാൽപര്യ ഹർജിയുമായിട്ട് കോടതിയെ സമീപിച്ചു, കൊൽക്കത്ത ഹൈക്കോടതിയെ. അപ്പോഴാണ് അവിടുത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഇത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ദ ഹെവൻസ് വിൽ നോട്ട് ഫോൾ എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് വന്ദേ മാതരം മുഴുവനായിട്ട് പാടുമ്പോൾ ഇത്രമാത്രം അസഹിഷ്ണുത? അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ എതിർപ്പ് ഉയർത്തിയിരിക്കുന്ന വന്ദേ ഭാരതം പാടുന്നതിൽ എതിർപ്പ് ഉയർത്തിയിരിക്കുന്നത് വേറെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പ്രത്യേകിച്ചും ഇസ്ലാമിനെ പോലുള്ള സെമിറ്റിക് റിലീജിയൻ്റെ ഭാഗമായിട്ടുള്ളവരായിരിക്കും. പക്ഷെ മദ്രസ എന്ന് പറയുന്ന സ്ഥാപനം യഥാർത്ഥത്തിലൊരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ന്യൂനപക്ഷാവകാശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അവരിഷ്ടപ്പെടുന്ന മതം, അവർ വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാനും അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മദ്രസ ആ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ച് ഇസ്ലാമിൻ്റെ നല്ല മാഹാത്മ്യങ്ങൾ കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മദ്രസ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ സംശയം വരുന്നത്, ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് മാത്രമാണോ? പല മദ്രസകളിലും സ്കൂള്, മറ്റ് സിലബസുകൾ, ടെസ്റ്റ് എഴുതാനുള്ള സിലബസ്, ഇംഗ്ലീഷ്, ഹിന്ദി ചിലടത്തേ ഉള്ളൂ, കണക്ക്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതും മദ്രസയായിട്ട് ബന്ധമില്ല. ഇവർക്ക് സർക്കാരിൻ്റെ ഗ്രാൻഡ്, ഭീമമായ ഗ്രാൻഡാണ് കൊടുക്കുന്നത്. ഏതാണ്ട് കേരളത്തിൽ തന്നെ ഇവരുടെ മദ്രസയിലെ അധ്യാപകരുടെ ശമ്പളത്തിന് വേണ്ടി തന്നെ കോടാനുകോടി രൂപ മുടക്കിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകരുടെ ശമ്പളത്തിന്. വേറൊരു സമൂഹത്തിൽ അങ്ങനെ കൊടുക്കുന്നില്ല. അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സ്ഥാപനം തുടങ്ങി ഭഗവത്ഗീത പഠിപ്പിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കൊടുക്കുന്ന പ്രൊഫഷനില്ല. ഇവിടെ വന്നിരിക്കുന്നത് ജനഗണമന പോലും പാടാൻ മടിയുണ്ട് ഇവർക്ക്. ഇവിടെ നമ്മൾ അതുപോലെ പെന്തക്കോസ്ത് സ്വഭാവം ഇത്തരം പ്രാർത്ഥനകളിലൊന്നും പങ്കെടുക്കില്ല. അത് മതപരമായി സംഭവിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഒരു വശത്ത് പെന്തക്കോസ്തുകാരൻ സർക്കാരിൻ്റെ ഗ്രാൻഡ് മേടിക്കാനും വരുന്നില്ല. അവരുടെ പള്ളിയുടെ പ്രചരണത്തിന് സർക്കാരിൻ്റെ ഗ്രാൻഡ് ഇത് മദ്രസ നടത്തുന്നതിൻ്റെ ഫണ്ടിങ്, അധ്യാപകൻ്റെ ശമ്പളം ഉൾപ്പെടെ ഫണ്ട് ചെയ്യുന്നത് ആരാ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, നമ്മളാണ്. ഞാൻ ആ വിശ്വാസം ഇല്ലാത്ത ആളാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇല്ലാത്ത ആളാണ്. അപ്പം നമ്മുടെ പൈസ ചിലവാക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു കൺസേൺ വേണം. ആ ജഡ്ജി അത് പറഞ്ഞത്, വന്ദേമാതരം എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയുടെ ഒപ്പം തന്നെ നമ്മളിവിടെ ബഹുമാനിച്ചിരുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു പദ്യമാണ്. ആ ശ്ലോകത്തിൽ ഇത് എത്രയോ കൊല്ലങ്ങളത് എത്രയോ സ്ഥലങ്ങളിൽ പാടി, അതിൻ്റെ വലിയൊരു കലാപോ തമ്മിത്തല്ലോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ശ്രമം എന്ന് പറയുന്നത് ഇതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കുക. ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഇതാണ്: there have been thousands of Christian schools where all students are asked to pray to the Lord. നിരവധി ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, അവരുടേതായ ദൈവിക പ്രാർത്ഥനകൾ പാടാൻ പറയുന്ന. Then do a particular community of students belonging to a particular religion ask, why are you asking me to sing certain things which are in Christian religion? Heavens will not fall. Today if I am asked to repeat a quote which is not in my religion, what happens? Do I become a person not belonging to my religion? അതായത് മറ്റ് ദൈവികമായിട്ടുള്ള കുറച്ച് ആരാധന ഒക്കെ ഉൾക്കൊള്ളുന്ന വരികൾ പാടുകയോ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്ത ഒരാളായി മാറുമോ എന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇത്രമാത്രം അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്? നമ്മളൊരു മതേതര രാജ്യമാണല്ലോ. പ്രത്യേകിച്ചും വന്ദേ മാതരം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഗാനമാണ്. രാജേന്ദ്ര പ്രസാദ് 1950 വന്ദേ മാതരത്തിനും ജനഗണമനയ്ക്കും തത്തുല്യമായ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ അന്ന് 2 വരി മാത്രം പാടിയാൽ മതി എന്നുള്ളതായിരുന്നു നിലപാട്. ആ നിലപാട് മാറ്റത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. കാരണം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും മുഹമ്മദ് അലി ജിന്നയ്ക്കൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വന്ദേ മാതരം മുഴുവനായിട്ട് പാടുന്നതിൽ. ഇതിൻ്റെ ആദ്യ വരികൾ എന്ന് പറയുന്നത് ഭൂമിയെ വർണ്ണിക്കുന്നതാണ്, ഭൂമിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതാണെങ്കിൽ പിന്നീടുള്ള വരികളിൽ ദുർഗ, സരസ്വതി, ലക്ഷ്മി തുടങ്ങിയ ഹിന്ദു ദേവതകളെ സ്തുതിക്കുന്ന
കുറച്ച് ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതാണ് അത് പ്രത്യേകം പറയണം. ഈ ദേവതകളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യ ഭൂഖണ്ഡമാണ്, ഭാരത ഭൂഖണ്ഡമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളാണ്. പുറത്തു നിന്നവർക്ക് തോന്നണമെന്നില്ല. വ്യത്യാസം മനസ്സിലാവും ഞാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ സ്വയം പുറത്തുനിന്ന് വന്നവരാണ് വന്ദേ ഭാരതം ഞങ്ങൾക്ക് പറ്റില്ല എന്നതിൻ്റെ അർത്ഥം അവർ ഞങ്ങൾ ഈ സംസ്കാരമായിട്ട് പൊരുത്തപ്പെടുന്നവരല്ല എന്ന് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ്. എന്തൊക്കെ സാരം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമില്ല. ആ രീതിയിലാണ് ഇവർ കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇത് പാടാൻ പാടില്ല എന്ന് ഇവർ പറയുമ്പോൾ, മദ്രസകൾ പറയുമ്പോൾ, നാളെ സർക്കാർ തീരുമാനിക്കുക ഇങ്ങനത്തെ സർക്കാരിൻ്റെ ഡയറക്റ്റീവ് അംഗീകരിക്കാത്ത മദ്രസകൾക്ക് അല്ലെ ഖുർആൻ പഠനം ഒഴിച്ച് ബാക്കി ഒരു കാര്യത്തിനും സഹായം ചെയ്യില്ല എന്ന് ഗവൺമെൻറ് എടുത്ത നിലപാടെടുത്ത് ഇവരെന്ത് ചെയ്യും? എത്രയോ അധ്യാപകരുടെ കഞ്ഞുകൂടി കൂട്ടും. ടീച്ചേഴ്സിൻ്റെ ശമ്പളം കൊടുക്കാന്നേ മദ്രസകളിൽ പഠിപ്പിക്കുന്നവർക്ക്. കേരളത്തിലാണ് ഏറ്റവും കൂടുതലെന്നാണ് പറയുന്നത്. കേരളത്തിൽ അല്ലെങ്കിലും ടീച്ചേഴ്സിന് ശമ്പളം കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനെ, അറിവിനെ, അല്ലെ സാഹിത്യത്തെ, പദ്യങ്ങൾ, ജനഗണമനയായാലും വന്ദേമാതരായാലും ഇതിനെയൊക്കെ ജാതി മത വീക്ഷണത്തിൽ കൂടെ കാണാൻ ഇവർ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. വെറുപ്പുണ്ടാക്കുന്ന ഇഷ്ടംപോലെ കാര്യം. തസ്ലീമ നസ്രീനെ ഓടിച്ചിട്ടടിക്കുക അല്ലേ? ഇപ്പോഴാണ് അവർ ബംഗാളിലേക്ക് ചെന്നിരിക്കുന്നത്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് അവർ, തസ്ലീമ നസ്രീൻ. അതിനാർക്കൊന്നും പറയാനില്ലേ. അവരും മദ്രസ പഠിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ മദ്രസ പഠിച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്. മദ്രസ പഠിക്കുന്ന കുട്ടികൾ അതിൽ ആരെല്ലാം ഇവരെല്ലാം ഏതെല്ലാം തരത്തിൽ നാളെ ഇവിടുത്തെ സിവിൽ സർവീസിലും ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും വരേണ്ടവരല്ലേ? അവർക്ക് ഈ രീതിയിലുള്ള സങ്കുചിതമായ കാഴ്ചപ്പാട് വേണ്ട. അവർ നാളെ അവർ ചെല്ലുന്ന മൂന്നാമതൊരു സ്ഥലത്ത് മദ്രസാ പഠനം കഴിഞ്ഞിട്ട് അവർ വേറൊരു സ്കൂളിലാണ് ചെല്ലുന്നെങ്കിൽ, വേറൊരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് ചെല്ലുന്നെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അവിടെ ഇത് പാടണം എന്ന് പറഞ്ഞാലോ അവർ വേണ്ടെന്ന് വെച്ച് വരുമോ? നിങ്ങളുടെ കുട്ടികളുടെ ഒരു പഠിക്കും അവിടെ ആ സ്കൂളിൽ കോളേജിൽ പോകണ്ടെന്ന് വയ്ക്കുമോ? മതപരമായ ആചാരം. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരിക്കലും വിളക്ക് ബഷീറാന്ന് തോന്നുന്നു, നിലവിളക്ക് കൊടുത്തതിന് ആചാരപ്രകാരം മടിയുണ്ട് എന്ന് പറഞ്ഞു. അത് ആചാരപ്രകാരം, മറ്റു രീതിയിൽ ആരും ബാധിക്കുന്ന കാര്യമല്ല. ഇത് നമ്മുടെ പൈസ മേടിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഫണ്ട് ചെയ്ത് നടക്കുന്നതാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ എൻ്റെയല്ല, രാജ്യത്തിൻ്റെ പൈസ മേടിച്ചുകൊണ്ട്, രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന്, രാജ്യത്തിൻ്റെ ട്രഷറിയിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട പൈസയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ മദ്രസകളെ ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഫണ്ട് തരുന്നവനോട് ചില ഒബ്ലിഗേഷൻസ് കാണിക്കണം. ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് അമേരിക്കയോട് ഒബ്ലിഗേഷൻ വരുന്നത് എങ്ങനെയാണ്? ആയുധം കൊടുക്കുന്നതുകൊണ്ടാണ്, സഹായിക്കുന്നതുകൊണ്ടാണ്. ഖത്തറിന് ഒബ്ലിഗേഷൻ വരുന്നത് എങ്ങനെയാണ്? സഹായിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ സഹായം കിട്ടുമ്പം ഉറപ്പായിട്ടും അതിലെന്തെങ്കിലും ചരടുകൾ പുറകിൽ കാണുമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇത്തരം സഹായങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ ഈ പിള്ളേരെ കൊണ്ട് വീട്ടിൽ വളർത്തിക്കോളാം, ഇവർക്ക് ഖുർആൻ തന്നെ മാത്രം പറഞ്ഞു കൊടുത്തോളാം, വേറെ ഒരറിവും ഇവർക്ക് എത്തരുത് എന്ന രീതി പഠിപ്പിക്കാം. ഇപ്പോൾ ഈ മഹാത്മാഗാന്ധി പോലും വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നെഹ്റുവും അതോടൊപ്പം തന്നെ രവീന്ദ്രനാഥ് ടാഗോർ അതുപോലുള്ള മറ്റ് നേതാക്കളുടെയൊക്കെ ഒരു അഭിപ്രായത്തിൻ്റെ പുറത്ത് മഹാത്മാഗാന്ധിയും വഴങ്ങേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് 2 വരി മാത്രം പാടിയാൽ മതി എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് കോൺഗ്രസ്സിന് എത്തിച്ചേരേണ്ടി വന്നത്. 40 വർഷം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് രചിച്ചത്. പിന്നീട് ആനന്ദ് മദ് എന്ന് പറയുന്ന നോവലിൽ ഇതിനെ പറ്റിയിട്ട് പരാമർശിക്കുന്നുണ്ട്. 40 വർഷം കോൺഗ്രസിൻ്റെ വിവിധ പരിപാടികളിൽ മുഴുവനായിട്ട് പാടിയ ഒരു ഗാനമാണ് വന്ദേമാതരം എന്ന് പറയുന്നത്. പിന്നീട് എന്തുകൊണ്ട് ഈ നിലപാട് മാറ്റം വന്നു എന്ന് പറയുന്നത് ഒരു വല്ലാത്ത, അത് തീർച്ചയായിട്ടും ലീഗിനെ ഭയന്നുകൊണ്ടും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ഭയന്നുകൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിൽ ഗാന്ധി പറഞ്ഞത് ഒരു കാര്യമാണ്. ഗാന്ധി സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്: ത്യാഗത്തിൻ്റെ പാരമ്പര്യമുള്ള വന്ദേമാതരം ഉപേക്ഷിച്ചവർ ഒരു നാൾ ജയ് ഹിന്ദ് എന്നതും ഉപേക്ഷിക്കുമെന്ന് ഒരുപക്ഷെ ഞാൻ സംശയിക്കുന്നു. ഇങ്ങനെയാണ് ഗാന്ധി പറഞ്ഞത്. അതായത് വന്ദേമാതരത്തിന് ത്യാഗത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. അത് വേണ്ട എന്ന് പറയുന്നവർക്ക് സ്വാഭാവികമായിട്ടും ജയ് ഹിന്ദ് എന്ന വിളി കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ആ മുദ്രാവാക്യം പറയണം എന്ന് പറയുമ്പോഴൊക്കെ ഒരുപക്ഷെ അസഹിഷ്ണുത രൂപപ്പെട്ടേക്കാം. നമ്മൾ CJP സമരത്തിൽ അവർ മുമ്പോട്ട് വെച്ച അവർ ഒഫീഷ്യലി അംഗീകരിച്ച മുദ്രാവാക്യങ്ങളായിരുന്നു ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്, അതോടൊപ്പം തന്നെ നമ്മളെ ഹിംഗുലാബ് സിന്ദാബാദ്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. ഇതിൽ ആ ഘട്ടത്തിൽ കുറേയധികം ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ
ഇസ്ലാമിക് ഓർഗനൈസേഷൻസ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് അല്ലെങ്കിൽ അസഹിഷ്ണുതയാണ് പ്രകടിപ്പിച്ചത്. അതിന്റെ പേരിലാണ് പറഞ്ഞ മോഡിയാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നവരെ പറഞ്ഞു. അതെ, ഭാരത് മാതാ കി ജയ് എന്തിനാണ് CJPയുടെ ഒരു മുദ്രാവാക്യമായിട്ട് വരേണ്ട ആവശ്യം? അതൊരു സംഘപരിവാർ കാവി BJP മുദ്രാവാക്യമല്ലേ ഭാരത് മാതാ കി ജയ്? അപ്പം ഭാരത് മാതാ കി ജയിനെയും വന്ദേ മാതരത്തെയും ജയ് ഹിന്ദിനെയൊക്കെ ഒരു സങ്കുചിത കണ്ണിൽ മാത്രം നോക്കാൻ അറിയുന്ന അല്ലെങ്കിൽ വികലമായിട്ടുള്ള കാഴ്ചപ്പാടിൽ മാത്രം നിരീക്ഷിക്കാൻ അറിയുന്ന ഒരു വലിയ കൂട്ടം അല്ലെങ്കിൽ ഒരു വലിയ ജനസംഖ്യ ഈ നാട്ടിലുണ്ട്. ആ ജനസംഖ്യയെ ഭയന്നിട്ടായിരിക്കണമോ ഇന്ത്യൻ സർക്കാർ, ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം. അങ്ങനെ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഭയന്നിട്ട്, ഈ സങ്കുചിത കാഴ്ചപ്പാടിന് മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് ഭയന്നിട്ട് തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ജനഗണയ്ക്ക് മുമ്പായിട്ട് വന്ദേ മാതരം ആലപിക്കണം, ഏതാണ്ട് 3 മിനിറ്റ് 20 സെക്കൻഡാണെന്ന് തോന്നുന്നു അതിൻ്റെ ദൈർഘ്യം, ആലപിക്കണമെന്ന് പറയുന്ന തീരുമാനം കേന്ദ്രം കൊണ്ടുവന്നത്. ജനഗണമനയെ അവഹേളിച്ചു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള കുറ്റമാണോ ലഭിക്കുക, അതേ രീതിയിൽ തന്നെ വന്ദേ മാതരത്തിലും അത്തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടികളിൽ അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നു. അതിൻ്റെ ബില്ലിപ്പം അവതരിപ്പിക്കുക ചെയ്തൊരു ബില്ലായി വന്നിട്ടില്ല. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പം കൊൽക്കത്ത ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, ഹെവൻസ് വിൽ നോട്ട് ഫോൾ. ഇത് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മതക്കാരനല്ലാതാകുമോ ഹേ എന്നാണ് കോടതി ചോദിക്കുന്നത്. ആകാശം ഇടിഞ്ഞു വീഴുമോ? അതെ, ആകാശം ഇടിഞ്ഞു വീഴുമോ ഇത് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ? ഇതിൽ ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും ഉണ്ടെന്ന് വെച്ചിട്ട് എന്ത് തേങ്ങയാണ് സംഭവിക്കുക എന്നാണ് അടിസ്ഥാനപരമായിട്ട് കോടതി ചോദിക്കുന്നത്. ഇപ്പം ദുർഗ, ലക്ഷ്മി, സരസ്വതി, ദുർഗ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് സാറിന് അറിയാലോ. ലക്ഷ്മി റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനാണ്? പണം എന്ന് പറയുന്ന സംഗതിയാണ് ലക്ഷ്മി. സരസ്വതി എന്ന് പറയുന്നത് ആർട്ട്, സംഗീതം, സർഗാത്മകത, ഇതിനെയൊക്കെയാണ് സരസ്വതി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദുർഗ എന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു അടിച്ചമർത്തപ്പെട്ട സ്ത്രീ രൗദ്രഭാവം, അടിച്ചമർത്തപ്പെട്ട സ്ത്രീയുടെ ഒരു ഭാവം അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയായിട്ടുള്ള ഒരു മുഖമുദ്രയാണ് ദുർഗയ്ക്കുള്ളത്. അപ്പം ഇത് മൂന്നും എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ്. പണം എന്ന് പറയുന്നത് ഇസ്ലാമിനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ വേണ്ടാത്തൊരു സംഗതി അല്ലല്ലോ. ധനലക്ഷ്മി. അതെ, ധനലക്ഷ്മി. അപ്പം ഇതിൻ്റെ ഒരു വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ കാണാനായിട്ട് പല സങ്കുചിത ബോധം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ തന്നെയല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം? അല്ല, ഇതിനകത്തൊരു വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഇതിനെ എതിർക്കുന്നവർ അവർക്കിതൊന്നും മനസ്സിലായിട്ടില്ല. അതെ, അതൊരു പ്രധാന പോയിന്റ്. ഇതിനെ എതിർക്കുന്നവർക്ക് ഒരു കുന്തവും മനസ്സിലായില്ല. അതാണ് പ്രശ്നം. ഇപ്പം സരസ്വതിയെ പറ്റി പറയുമ്പോൾ വിദ്യാദേവി എന്നുള്ളതിൽ സരസ്വതിയെ പറ്റി പറയും, ധനലക്ഷ്മി എന്നുള്ള രീതിയിൽ ലക്ഷ്മി ദേവിയെ പറ്റി പറയുമ്പോഴും എല്ലാം ഇതെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇതാണോ ഹിന്ദുമതം? ഹിന്ദു ആചാരം ഇതാണോ? ഇത് ഒരു വിഭാഗം പേരുകൾ മാത്രമാണ് കേവലം. ഇത് ചിലർ ഓരോ പേര് ഓരോ തരത്തിലാണ്. മുഹമ്മദ് എന്നുള്ള പേര് എത്ര പേരുണ്ട്? കുടവന്നാക്കുന്നവരുണ്ട്, കശാപ്പുകാരുണ്ടല്ലോ. പക്ഷേ നമ്മൾ മുഹമ്മദ് നബിയെ കാണുന്നത് വേറെ മുഹമ്മദായിട്ടാണ്. സരസ്വതി ആ രീതി കാണുന്നവരുണ്ടായിരിക്കുന്നേ, അല്ല ലക്ഷ്മി ആ രീതി ദൈവികമായിട്ട് കാണുന്നവരുണ്ടായിരിക്കും. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇതിൻ്റെ പൊതു അർത്ഥമുണ്ട് ഇതിനെല്ലാം. മുഹമ്മദ് നബിയുടെ കാര്യം തന്നെ എടുത്തു, ആ പേര് മാത്രം എടുത്തു. ഏതെല്ലാം ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾ പറയുമോ ഒരു കശാപ്പുകാരന് അല്ലെ ബാർബർ ഷോപ്പ് നടത്താൻ മുഹമ്മദിന് പേരിടാൻ പറ്റിയില്ലെന്ന് പറയാൻ പറ്റുമോ? നബിയുടെ പേരാണ്, നിങ്ങൾ ഞങ്ങളെ അവമാനിക്കാമെന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള സങ്കുചിതമായ കാഴ്ചപ്പാട് വളർത്തി കലാപം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഇവിടെ കലാപം ഉണ്ടാകാത്ത മതത്തിൻ്റെ പേരിൽ ഇപ്പം എത്ര വർഷമായി മതത്തിൻ്റെ പേരിൽ കലാപം ഉണ്ടാകാത്ത ഇവിടെ എത്ര മുസ്ലിങ്ങൾ കലാപത്തിൻ്റെ പേരിൽ മരിച്ചിട്ടുണ്ട്? 1-2 സ്ഥലത്ത് സ്പോൺസേഡ് കലാപങ്ങളുടെ പേരിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറിച്ച് പാകിസ്ഥാനിൽ എല്ലാ ദിവസവും ഒരു 10 പേരെങ്കിലും മരിക്കുന്നില്ലേ? ബലൂചിസ്ഥാനിൽ മരിക്കുന്നില്ലേ? അഫ്ഗാനിസ്ഥാനിൽ, പിന്നെ സിറിയയിലെയൊന്നും കാര്യം പറയാൻ പോകുന്നില്ല, ഇവിടുത്തെ കാര്യം തന്നെ പറയാം. അപ്പോൾ സ്വയം കൊന്നൊടുക്കുന്ന അല്ലെ മറ്റുള്ളവരെ കൊല്ലുന്നത് സ്വർഗത്തിലേക്കുള്ള നടപ്പുവഴിയാണ് അല്ലെ എളുപ്പവഴിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നും എതിർപ്പ് പ്രകടിപ്പിക്കുക. ഇവർക്ക് ആവശ്യം ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഇഷ്യൂവിന് കിട്ടിയ മാർഗമാണ് ഈ വന്ദേമാതരം. വന്ദേമാതരം പോലെ തന്നെ ജനഗണമനയുണ്ട്, അതിനെ എതിർക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ദേശീയ ഗാനങ്ങളുണ്ട്, പല തരത്തിലുള്ള ദേശീയ ഗാനമുണ്ട്. ഫുട്ബോൾ ടീം ഇവർ വന്ദേമാതരം ചൊല്ലി ജനഗണമന ചെല്ലുമ്പോൾ അതിനെ തടയാൻ പറ്റുമോ? എന്താ ജനഗണമന തടയാത്തവർ? ഇവർക്ക് ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ഇവർ ഖുർആനിലെ എല്ലാ വാചകങ്ങളും ഇവർ പറഞ്ഞോട്ടെ, അള്ളാഹു പറഞ്ഞ മുഴുവൻ പറഞ്ഞോട്ടെ. പക്ഷേ ഇത് പറയുമ്പോൾ അവർക്ക് എന്ത് പ്രശ്നം? അത്രയേ ഉള്ളൂ അള്ളാഹു. ഒരു വന്ദേമാതരം ചൊല്ലിയാൽ ഇടിഞ്ഞു വീഴുന്നതാണോ ഇവരുടെ വിശ്വാസ പ്രപഞ്ചം?
അതെനിക്ക് ഒറ്റ ചോദ്യം അതേ ഉള്ളൂ. ഇതിൽ രവീന്ദ്രനാഥ് ടാഗോർ ഇത് 1863 അങ്ങനെ ഏതോ സമയത്ത് അദ്ദേഹം ഇത് പല വേദികളിൽ ആലപിച്ചിട്ടുണ്ട്. പിന്നീട് പല കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ പല വേദികളിൽ ഇത് ആലപിച്ചിട്ടുണ്ട്. പിന്നീട് ലീഗും മുഹമ്മദ് അലി ജിന്ന അവരാണ് ഏറ്റവും ആദ്യം എതിർപ്പുമായിട്ട് വന്നത്. മുഹമ്മദ് അലി ജിന്നയ്ക്ക് വന്ദേമാതരത്തിന്റെ നമ്മൾ ആദ്യം അംഗീകരിച്ചിട്ടുള്ള ഈ 2 സ്റ്റാൻസ് ഉണ്ടല്ലോ, ഇതുപോലും പാടുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് ഇതാണ്: ദ കോർ ഓഫ് വന്ദേ മാതരം ഈസ് എ ഹിം ടു ഗോഡസസ് ദുർഗ. ദിസ് ഈസ് സോ പ്ലെയിൻ ദാറ്റ് ദർ ക്യാൻ ബി നോ ഡിബേറ്റ് അബൌട്ട് ഇറ്റ്. അതിലൊരു തർക്കമില്ല. പക്ഷേ ഓഫ് കോഴ്സ് ബങ്കിം ചന്ദ്ര ഡസ് ഷോ ദുർഗ ടു ബി എ ഇൻസെപ്പറബിൾ യുണൈറ്റഡ് വിത്ത് ബംഗാൾ ഇൻ ദ എൻഡ്. ബട്ട് നോ മുസൽമാൻ ക്യാൻ ബി എക്സ്പെക്റ്റഡ് patriotically to worship the 10-handed deities as Swadesh. The novel Anand Madh is a work of literature and so the song is appropriate in it. But Parliament is a place of union for all religious group and there the song cannot be appropriate എന്നാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ നിലപാടുണ്ടായിരുന്നത്. അതായത് കൃത്യമാണ്, മുസൽമാന്മാർക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം വിവിധ തരത്തിലുള്ള കാരണങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ സങ്കുചിതമായ കാഴ്ചപ്പാടിന് മുമ്പിൽ കീഴ്പ്പെടണം എന്നാണ് യഥാർത്ഥത്തിൽ. ഇത് അങ്ങനെയാണോ ഇതിനെ നമ്മൾ വായിക്കേണ്ടത്? കപട മതേതരക്കാർ പറയും, കപട മതേതരത്വം പറഞ്ഞു നടക്കുന്നവർ പറയും ഇത് വന്ദേമാതരം പാടി എത്രയോ നാളുകൾ പാടിയിട്ട് ഇവിടുത്തെ മുസ്ലിം ജനസംഘം വന്ദേമാതരം പാടിയതിൻ്റെ പേരിൽ ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഹിന്ദു ആയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒറ്റ സെൻറ്റൻസ് പറയാം. അല്ല, അതാണ് ചോദിക്കുന്നത്. കോടതി ചോദിച്ചത് അതാണ്. എന്താണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് കൊൽക്കത്ത ഹൈക്കോടതി ചോദിച്ചത് ഇതാണ്. അദ്ദേഹത്തിന് മുമ്പാകെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നപ്പോൾ വന്ദേമാതരം പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മുഴുവനായിട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യൻ അല്ലാതാകുമോ, നിങ്ങൾ മുസൽമാൻ അല്ലാതാകുമോ? പ്രധാനപ്പെട്ടുള്ള ചോദ്യമാണ്. അല്ല, അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് സെക്കുലറായിട്ട് ഉള്ള കാഴ്ചപ്പാടാണ് ഇവരെല്ലാവരും പുറമേ പറയുമ്പോൾ ഉള്ളത്. പക്ഷേ ആത്മാർത്ഥമായിട്ട് സെക്കുലർ കാഴ്ചപ്പാടുണ്ടെങ്കിൽ വന്ദേമാതരം ആദ്യം പാടേണ്ടത് MES സ്കൂളുകളിൽ ഫസൽ ഗഫൂർ പാടാൻ വായിച്ചു കൊടുക്കണം. അതിന് തയ്യാറുണ്ടോ? ഫസൽ ഗഫൂർ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നതും മറ്റ് സൗകര്യങ്ങളുണ്ടാകുന്നതും ഇന്ത്യയുടെ പൊതു പൈതൃകത്തിൽ നിന്ന് പശ്ചാത്തലത്തിൽ നിന്നാണ്. അത് പഠിപ്പിക്കുന്നവരും എഴുതുന്നവരും എല്ലാം അവരാണ്. അവർ വന്ദേമാതരം വായിച്ച ഒരു അധ്യാപകൻ അതായത് എഴുതിയ ടെക്സ്റ്റ് ബുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കാമെന്ന് ഫസൽ ഗഫൂർ പറയുമോ? MES ഇവിടെ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ചില മദ്രസകൾ കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളായി വന്നിട്ടുണ്ട്. ചില മതേതരം ഉൾക്കൊള്ളുന്ന ചില മദ്രസകളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. അല്ല, അത് ഇപ്പോൾ അത് നിർത്തിക്കാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് തീവ്രമായ മുസ്ലിംസിനെ ഓരോരുത്തൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടി വേർത്തം പറയുക. ഈ തീവ്രത കൂട്ടി ആ തീവ്രത കൊണ്ട് മുസ്ലിംസിനെ വൈകാരികമായി നശിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് എൻ്റെ ഭാഗത്ത് ഞാൻ കാണുന്നത്. വൈകാരികമായിട്ട് ഇവിടെ മുസ്ലിംസ് ഒറ്റപ്പെടുന്നുണ്ട്. എവിടെയാണ് പറ്റുന്നത്? നഷ്ടം പറ്റുന്നത് എവിടെയാണ്? ഇപ്പോൾ സ്പെയിനിൽ ഇപ്പോൾ മൊറോക്കോക്കാരിയായിരുന്നു, പ്രശ്നം ഉണ്ടാക്കി. നാളെ അവിടെ ഒരു സംഘടനത്തിൻ്റെ തുറന്നു കഴിഞ്ഞു ഇല്ലേ? 60,000 മൊറോക്കോക്കാരാണ് അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മതത്തെ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇത് വന്ദേമാതരത്തെ മാത്രമല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത്, ഇന്ത്യയുടെ സോഷ്യൽ ഫാബ്രിക് അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന പരസ്പരം സഹകരിക്കുന്ന ആ ഫാബ്രിക്കിനെ തകർക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം. വന്ദേമാതരമല്ല അവരുടെ ലക്ഷ്യം. എന്തായാലും ഈ ഒരു സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോൾ സാർ പറയുന്നത്. വന്ദേമാതരം പാടിക്കഴിഞ്ഞാൽ എന്തോ വലിയ പ്രശ്നമുണ്ടാകുമെന്ന് പറയുന്നവർക്കുള്ളതല്ലേ? അതാണ് അത് അവർ സ്വയം വിചാരിക്കുക. വന്ദേമാതരം പാടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാവരും ഇസ്ലാമിക അല്ല, അതിൽ എരുതിയിൽ എണ്ണ വയ്ക്കാൻ കുറേ പേര് കൂടെ നിൽക്കുകയും ചെയ്യും. ഇപ്പം SD പൈക്കാരെ പോലുള്ളവർ, അല്ലെങ്കിൽ ഇപ്പം മുഹമ്മദ് റിയാസിനെ പോലുള്ളവരൊക്കെ. മുഹമ്മദ് റിയാസാണ് VD സതീശൻ സർക്കാർ വന്ദേമാതരം മുഴുവനായിട്ട് സത്യപ്രതിജ്ഞാ വേദിയിൽ ആലപിച്ചപ്പോൾ ആദ്യമായിട്ട് പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇതെന്തോ വർഗീയ പ്രചരണമാണ്, മുസ്ലിം സമുദായത്തിൽ എന്തോ വലിയ അപകടം സംഭവിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വന്നതാരാണ്? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവ്, അതായത് മരുമോനായിട്ടുള്ള മുഹമ്മദ് റിയാസാണ്. ഏറ്റവും കൂടുതൽ ദൈവനിഷേധം നടത്തിയിരിക്കുന്ന അത് ഇസ്ലാമിന് ദൈവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദൈവമുണ്ട്, അള്ളാഹ് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കും. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു ദൈവമുണ്ട്, അവർക്ക് ആ സങ്കല്പത്തിലൊരു ദൈവം കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇസ്ലാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെഗുവരയുടെ ജേഴ്സി ഇട്ടുകൊണ്ട് നടക്കുന്ന നേതാക്കന്മാരിൻ്റെ പുറകെ ഇതിൻ്റെ പോകുന്നതിനാണ്. ഏറ്റവും കൂടുതൽ ദൈവനിഷേധിയായിട്ടുള്ള ഒരു വിപ്ലവകാരിയായിരുന്നു ചെഗുവരയുടെ ജേഴ്സി ഇടാത്ത എത്ര പേരുണ്ട് ഇവിടെ? DYFലും CPMലും. റിയാസ് ഇട്ട് കണ്ടല്ലോ, അണ്ടർവെയർ ചെഗുവരയുടെ ജേഴ്സി ആയിരിക്കുമല്ലോ റിയാസിന്.
റഹീമിനകത്തായിരിക്കുമല്ലോ, അതിൻ്റെ പുറകെയാണ് പോകുന്നത്. അത് അപ്പോൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും ഒരു കലാപത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇറാനിലെ പോലെ ആരുടെയെങ്കിലും മിസൈലിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും തോക്കിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്താനും ഇസ്ലാമിനെ തള്ളിവിടുന്ന പരിപാടി ഉണ്ടല്ലോ. എന്നിട്ട് അവരെ രക്ഷിക്കാൻ ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കലാപത്തിൻ്റെ വക്കിലേക്ക് തള്ളിവിടുകയാണ്. കാഷ്വാലിറ്റി ഉണ്ടാകുന്നത് ഇസ്ലാമിൻ്റെ ഭാഗത്ത് മാത്രമാണ്. ഇപ്പം ഇറാനിൽ യുദ്ധം ഉണ്ടാകുന്നു, അല്ലെ കാഷ്വാലിറ്റി എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? അമേരിക്കക്കാർ എത്ര പേര് മരിച്ച യുദ്ധത്തിൽ? ഇവിടെ മുദ്രാവാക്യം വിളിച്ച് നടക്കാം, ട്രംപിനെ ബഹിഷ്കരിക്കണം എന്ന് പറയാം. പക്ഷേ അമേരിക്കക്കാർ എത്ര, അതൊന്ന് സ്വയം ഒന്ന് ആലോചിക്കാൻ ഇവിടെ ഇന്ത്യയിലെങ്കിലും കാരണം ഇന്ത്യയിൽ ഒരുമാതിരി സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അനുഭവം. ഉള്ളിടത്ത് ഇവിടെ ദേവി ഇത് കുഴപ്പമുണ്ടാക്കരുത് എന്നൊരു അഭ്യർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം.